ഇനി എങ്ങാനും അടുത്ത കംപ്ലൈന്റ് രണ്ടും കൂടി ഉണ്ടാക്കിയ നല്ല അടി കിട്ടും ചട്ടം കൊണ്ട്. ലച്ചു ദോശ ഇവിടുന്ന് തവി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ അമ്മക്കുട്ടി പേടിക്കണ്ട, ഇനി ഞങ്ങൾ കംപ്ലൈന്റ് കാ പോലും ഉണ്ടാക്കില്ല. അല്ലേ അല്ലു? പിന്നെ അല്ലാതെ അങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് രണ്ടും കൂടി സ്ലാബിലിരുന്ന് ദോശ തിന്നു. ഇത് കേട്ടപ്പോൾ ലച്ചുവിന് ഓർമ്മ വന്ന് ദേവ് ഒരു ദിവസം കള്ളുടിച്ചു വന്നപ്പോൾ ഞാൻ സംസാരിക്കാതെ പിണങ്ങിയതിന് ഇനി കള്ളിന്റെ കാ പോലും പറയില്ലെന്നാണ്. ദേവിന്റെ അതേ സംസാര ശൈലിയാണ് മക്കൾക്കും കിട്ടിയിരിക്കുന്നത്. ആ അമ്മേ. ഓരോ ചിന്തയിലിരിക്കുമ്പോഴാണ് അല്ലു വീണ്ടും അവളെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ചിന്നമ്മക്ക് വീണ്ടും ജോലി കൂടി. 14 ജിയിലാണ് ഇപ്പൊ ജോലി. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, ക്ലീനിങ് മാത്രമല്ല എന്നാ ചിന്നമ്മ പറഞ്ഞേ. ഇതൊക്കെ എവിടുന്ന് കേട്ടു എന്റെ ചേച്ചിമാര്? ലച്ചു താടി കൈ കൊടുത്തോണ്ട് ചോദിച്ചു. മാമി മാമനോട് പറഞ്ഞതാ, അപ്പ കേട്ടതാ. ലച്ചു അങ്ങനെ ചോദിച്ചതിന് രണ്ടുപേർക്കും നാണം വന്നു പോയി. ഒരു കൈ കൊണ്ട് വായി പൊത്തി ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. സൂരജിനെയും രശ്മിയും മാമനും മാമിയും എന്നാണ് അവർ വിളിക്കാറ്. എന്നാലും കുട്ടൂസിൽ പോയി കുറച്ചു നേരം ടി വി ഉണ്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും മുഖം കഴുകിയ ഹാളിലേക്ക് വിട്ടു. ലച്ചു കുറച്ചു നേരം ഒന്നും ടി വി കാണാൻ സമ്മതിക്കും. പഠിക്കുന്നതിനൊപ്പം എൻജോയ്മെന്റ് വേണമെന്നാണ് ലച്ചുവിന്റെ അഭിപ്രായം. മീറ്റിംഗ് കഴിഞ്ഞ് അമ്മ വരാൻ വൈകും. അതുകൊണ്ട് നേരെ ചെന്ന് മാമിയുടെ അടുത്ത് ചാവി വാങ്ങി ഫ്രഷ് ആവണം. ബ്രെഡ് ജാം അവിടെ ഉണ്ട്, വിശക്കുന്നിന്റെ അടുത്ത് കഴിക്കണം. എന്നിട്ട് കളിക്കാൻ പോക്കോ. ഡോറ് നേരെ ലോക്ക് ചെയ്യണം കേട്ടോ, വികൃതി ഉണ്ടാക്കരുത്. ഈ അമ്മ ഇതന്നെയല്ലേ എന്നും പറയാറ്? അല്ലു തലക്കൈ കൊടുത്തോണ്ട് പറഞ്ഞു. വി നോ അമ്മ, ഡോൺ വെരി. അതി ആ വി നോ അമ്മ എന്നൊക്കെ ഇവിടുന്ന് പറയും. എന്നിട്ടോ അവിടെ പോയി ചെയ്യുന്ന വേറെ. ശരി എന്നാ അമ്മ പോവാണേ, ബായ് അമ്മ എന്ന് പറഞ്ഞ് ലച്ചു നടന്നു. അവർ രണ്ടുപേരും LKG ആയതുകൊണ്ട് തന്നെ 2-ന് ക്ലാസ് കഴിഞ്ഞ് 2:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. ലച്ചുവിന് 4 വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് എത്താൻ 5 മണിയാവും. ഇന്നാണെങ്കിൽ മീറ്റിംഗ് കൊണ്ട് വൈകുമെന്ന് പറയാൻ വന്നതാണ് അവരുടെ ബ്ലോക്കിലേക്ക്. ഒറ്റക്കായതുകൊണ്ട് മക്കൾക്കെല്ലാം തനിയെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പേ അവൾ. രശ്മിയും സൂരജ് ഉള്ളതാണ് ഏക ആശ്വാസം ലച്ചുവിന്റെ. ഞാൻ ബോൾ എറിയാൻ പോവാ, റെഡിയല്ലേ അതി? അല്ലു വലിയ പ്ലെയറൊക്കെ ചെയ്യുന്ന പോലെ ബോൾ ഷോർട്സിൽ തുടച്ചു ചോദിച്ചു. യെസ് അതി വിളിച്ചു പോയി. അല്ലു ബോൾ എറിഞ്ഞതും അതി ബാറ്റിംഗ് ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ. ചില്ലെന്ന ശബ്ദത്തോടെ പാർക്കിംഗ് ഏരിയയുടെ പുറത്തായി വെച്ച ബുള്ളറ്റിന്റെ സൈഡ് മിറർ പൊട്ടി. ഇത് കണ്ടതും പിള്ളേരൊക്കെ പല വഴിക്ക് ഓടി. എന്നാൽ അല്ലു അതി നേരെ ബുള്ളറ്റിന്റെ അടുത്തേക്ക് വന്ന് വേറെ വല്ലതും സംഭവിച്ചോ നോക്കി. അന്നേരമാണ് ദേവ് ലിഫ്റ്റ് ഇറങ്ങി വന്ന് ഫോൺ മറന്നുകൊണ്ട് വീണ്ടും എടുക്കാൻ പോയതാണ് അവൻ. ബുള്ളറ്റ് അവിടെ വെച്ച് അവൻ കാണുന്ന സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തായി 2 കുഞ്ഞു പെൺകുട്ടികൾ നിൽപ്പുണ്ട്. ഏകദേശം 4-5 വയസ്സ് തോന്നിക്കുന്ന കുട്ടികൾ. കൈയില്ലാത്ത ബനിയനും ഒരു കുഞ്ഞു ഷോർട്സുമാണ് വേഷം. ക്രോക്സിന്റെ സിമ്പിൾ ചപ്പലാണ്. മുടി പോണിറ്റയിലായി കെട്ടിവെച്ചിട്ടുണ്ട്. കുറച്ച് കുറുനരികൾ നെറ്റിലായി വീണിട്ടുണ്ട്. കാതിലായി മൊട്ട് പോലെയുള്ള സ്റ്റെഡും. കണ്ടാൽ തന്നെ അറിയും ഇരട്ട കുട്ടികളാണെന്ന്. അത്രയ്ക്ക് സാമ്യമുണ്ട്. കണ്ടാൽ തന്നെ വാത്സല്യം തോന്നിപ്പോവും. കാണാൻ തന്നെ നല്ല രസമുണ്ട് രണ്ടുപേരെയും. മിറർ പൊട്ടിയതിന്റെ പേടി മുഖത്ത് കാണാനുണ്ട്. ഒരാളുടെ കയ്യിലാണ് ബാറ്റുള്ളത്. അവൻ വന്നത് അവരറിഞ്ഞതേയില്ല. ദൈവമേ, എന്ത് ചെയ്യും അതിപ്പോ നമ്മള്? അമ്മയെങ്ങാനും അറിഞ്ഞാൽ തീർന്നിട്ടോ. ഇന്നലെ പറഞ്ഞതാ ഈ മാസത്തെ കംപ്ലൈന്റ് കഴിഞ്ഞുന്ന്. ഇനി അടുത്ത മാസം വല്ലതും കാണിച്ചോന്ന്. നല്ല രസമുള്ള ബുള്ളറ്റ് ആയിരുന്നു, നമ്മൾ കാരണം ആകെ പോയി. ഇതൊക്കെ അമ്മ അറിഞ്ഞ അയ്യോ. രണ്ടുപേരുടെയും ചർച്ച ചെയ്തിട്ട് അവന് ശരിയാണ് വന്നു. ആരായിരിക്കും അങ്ങനെ ഒരു അമ്മ? മാസത്തിലൊരു കംപ്ലൈന്റ് മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്ന. കൈകെട്ടി അവർ വീക്ഷിക്കുമ്പോഴാണ് വാച്ച്മാൻ വന്ന് അഭിസാറേന്ന് വിളിച്ചത്. അപ്പോഴാണ് സൈഡിലായി നിൽക്കുന്ന അവനെ കുട്ടികൾ കണ്ടത്. പോലീസ് യൂണിഫോം കൂടി കണ്ടതും 2-നും വെള്ളിടി വെട്ടി. അഭിസാറെ, പിള്ളേർ അറിയാതെ ചെയ്താ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഞാൻ ഇവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിക്കൊണ്ട് തന്നേക്കാം. വഴക്ക് പറയില്ലേ ഇവര്? എനിക്കറിയാവുന്ന പിള്ളേരാ. വാച്ച്മാൻ സുഖിച്ചേട്ടൻ രണ്ടുപേരെയും ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു. അയാൾ ജോലി ചെയ്യുന്ന അന്ന് മുതൽ കാണുന്നതാണ് ലച്ചുവിനെയും പിള്ളേരെയും. അയാൾക്ക് അതിന്റെ വാത്സല്യമുണ്ട് അവരോട്. ചേട്ടൻ പൊക്കോ, ഞാൻ ഇവിടെ ചോദ്യം ചെയ്ത് വിട്ടേക്കാം. ഗൗരവത്തോടെ അവർ കാണാതെ അയാളോട് കണ്ണി ചിമ്മിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇത് മനസ്സിലായ സുഖിച്ചേട്ടൻ ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ രണ്ടുപേരുടെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. രണ്ടുപേരും മുഖത്ത് നോക്കുന്നേയില്ല, താഴെ നോക്കിയാണ് നിൽപ്പ്. അവൻ രണ്ടുപേരെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. മുഖത്ത് നോക്കാതെ താഴെ നോക്കുന്നവർ കള്ളത്തരം ചെയ്യുന്നെന്നാ ഞാൻ കരുതാറുള്ളത്. അവൻ അത് പറഞ്ഞു ഓൺ ദി സ്പോട്ട് തലകുന്തിച്ചു. ഇത് കണ്ട് അവന് ചിരി വന്നു. ചിരിച്ച് അവൻ്റെ മുഖം കണ്ടതും രണ്ടുപേർക്കും സമാധാനമായി. എന്തിനാ എന്റെ മിറർ പൊട്ടിച്ച്? സോറി ഗൂഫി, ഇനി ചെയ്യത്തില്ല ഗൂഫി. അല്ലു അതി ഒന്നിച്ച് പറഞ്ഞു. എന്നാൽ അവരുടെ വിളികേട്ട് ഞെട്ടിയത് അഭിയാണ്. ഇതെന്ത് നിക്നെയിം? അഭിനവ് എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കാറ്, അല്ലെങ്കിൽ ദേവെന്ന്. പക്ഷെ ലച്ചു മാത്രമാണ് ദേവിൽ നിന്ന് ദേവ എന്നാക്കി വിളിക്കാറ്. അമ്മക്കും അച്ഛനൊക്കെ താൻ കുഞ്ഞനെന്നാ. എന്താ രണ്ടുപേരും വിളിച്ച്? ഗൂഫിയോ? അതെന്താ? അയ്യേ, അതറിയത്തില്ലേ ഗൂഫിക്ക്? ഇല്ലെന്ന് അവൻ തലയാട്ടി. ഗൂഫിയുടെയും കുട്ടികളുടെയും ഒരു കാർട്ടൂൺ ഉണ്ട്. അവൻ പോലീസാണേ. അവൻ എല്ലാവരെയും സേവ് ചെയ്യും. പാവ. അതുകൊണ്ട് അങ്കിളിനെ ഗൂഫി എന്ന് വിളിച്ചത്. എന്തി ഇഷ്ടായില്ലേ? രണ്ടുപേരും ഇഷ്ടായില്ലെന്ന് സംശയത്തിൽ ചോദിച്ചു. അവൻ ഇഷ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് സന്തോഷമായത്. അല്ല, ബാക്കിയെല്ലാവരും ചില്ലുകൂട്ടിപ്പോൾ ഓടിക്കാണല്ലോ. നിങ്ങളെന്താ ഇവിടെ വന്നെന്ന്? അമ്മ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്ന്. ഇത്ര നല്ല മര്യാദയോട് കൂടി വളർത്തുന്ന അമ്മയോട് അവന് ബഹുമാനം തോന്നിപ്പോയി. അമ്മയോട് പറയല്ലേ ഗൂഫി, അമ്മ അറിഞ്ഞാൽ വഴക്ക് പറയും. ഇല്ല,
എന്ന് പറഞ്ഞു രണ്ടുപേരും താങ്ക് യു ഗൂഫി എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ പ്രതീക്ഷിച്ചേയില്ല ഒരു ഹഗ് അവരുടെ കയ്യിൽ നിന്ന്. അവന് വല്ലാത്ത സന്തോഷം തോന്നി. മനസ്സാകെ സന്തോഷം കൊണ്ട് നിറഞ്ഞ അവസ്ഥ. തൻ്റെ ലച്ചുവിനെ ഓർമ്മ വന്നുപോയി. അവളിങ്ങനെ തന്നെയാണ്, സന്തോഷം വന്നാൽ വേഗം കെട്ടിപ്പിടിച്ചായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. ഗൂഫിയുടെ ഫ്ലാറ്റിൽ ആരൊക്കെയുണ്ട്? അവർ രണ്ടുപേരും അവനോട് ചേർന്നോട് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഗൂഫിക്ക് പേടിയാവില്ലേ? അച്ഛനും അമ്മയ്ക്ക് വേണ്ടേ? ഇല്ലെന്ന് അവൻ തലയാട്ടി. അവർക്ക് അങ്ങ് നാട്ടില. നിങ്ങളുടെ ഫ്ലാറ്റിൽ ആരൊക്കെയുണ്ട്? ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഞങ്ങളും അമ്മയും. ഗൂഫി കൊച്ചിയിലെ ബ്രേവ് മാനാണെന്ന് പത്രത്തിൽ കണ്ടായിരുന്നു. ആരോ? അതിനവൻ കണ്ണിച്ചിമ്മി ചിരിച്ചു. ഗൂഫി എന്താടാ? ഞങ്ങൾ ഈ ബുള്ളറ്റിലൊന്ന് കയറ്റാമോ? ഇതുവരെ ഞങ്ങൾ ബുള്ളറ്റിൽ കയറിയിട്ടില്ല. പ്ലീസ്, ഒറ്റ പ്രാവശ്യം മതി. കയറാനുള്ള കൊതിയുണ്ടാ. എല്ലാവരുടെ പപ്പി അവരെ ബൈക്കിലൊക്കെ കൊണ്ടുവിടാറ്. ഒരേ ഒരു റൗണ്ട് പ്ലീസ്. അവർ രണ്ടുപേരും അങ്ങനെ കൊഞ്ചി പറയുമ്പോൾ അവന് വിഷമം തോന്നിപ്പോയി. അങ്ങനെ ആരും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ടല്ലേ ഇവരിന്ന് തന്നോട് യാചിക്കുന്നു. അച്ഛൻ എവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവന്. പക്ഷെ അവർക്ക് വിഷമാവേണ്ടെന്ന് കരുതി ഒന്നും ചോദിച്ചില്ല. അതിനെന്താ, ഗൂഫി കൊണ്ടുപോകാലോ എൻ്റെ ചുന്ദരമണികളെ. ഐസ്ക്രീം കൂടി വാങ്ങിത്തരാം പോരെ എന്നവൻ പറഞ്ഞ് രണ്ടുപേരും വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അൽഗുവിനും അതിക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. പോകുമ്പോൾ ഗൂഫിയുടെ കൂടെ മുമ്പിൽ താനാണെന്ന് അൽഗുവും, തിരിച്ചു വരുമ്പോൾ മുമ്പിൽ അധിയാണെന്നുള്ള കരാറോടുകൂടി യാത്ര ആരംഭിച്ചു. അവരുടെ ഈ കോൺട്രാക്ട് കണ്ട് ദേവിന് ചിരി വന്നുപോയി. വാച്ച്മാനോട് താൻ കുട്ടികളെ കൊണ്ടുപോകണമെന്നും ഇപ്പോൾ തന്നെ തിരിച്ചു വരുമെന്നും ദേവ് പറഞ്ഞു. അവന് വിശ്വാസമായതിനാൽ അയാൾ സമ്മതിച്ചു. അങ്ങനെ ഐസ്ക്രീം കഴിക്കുമ്പോഴാണ് അൽഗു പെട്ടെന്ന് ദേവിനോട് സമയം ചോദിച്ച്. അയ്യോ ഗൂഫി, അമ്മ ഇപ്പൊ തിരിച്ചെത്തും. ഞങ്ങളെങ്ങാനും കണ്ടില്ലെങ്കിൽ അമ്മക്ക് ടെൻഷനാവും. അത് മാത്രമല്ല, മാമന്റെ കൂടെ അല്ലെങ്കിൽ മാമിയുടെ കൂടെ അത് പുറത്തു പോയാൽ അമ്മ വഴക്കു പറയും. അതിനെന്താ ഗൂഫിയില്ലേ, അതൊക്കെ സെറ്റാക്കാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ലിച്ചെത്തുന്നതിന് മുമ്പായി ആ ഒരു ഫ്ലാറ്റിന് മുമ്പിൽ എത്തിച്ചു. രണ്ടുപേരും അവനവരെ ഉമ്മയും കൈവീശി കാണിച്ചു കൊടുത്തോണ്ട് അകത്തേക്ക് ഓടി. ഓടുന്നിടയിൽ ലവ് യു ഗൂഫി, താങ്ക് യു ഗൂഫി എന്നൊക്കെ രണ്ടുപേരും വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേവന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവർ രണ്ടുപേരും അകത്ത് കയറി മുകളിലെ ബാർക്കണിൽ നിന്ന് കൈവീശി കാണിച്ചെന്ന് ഉറപ്പായപ്പോഴാണ് അവൻ സ്റ്റേഷനിലേക്ക് വിട്ടത്. പോകുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു മുറിയിലെത്തിയെന്ന് ഗൂഫിക്ക് സൈൻ തരണമെന്ന്. സത്യമാണോ? നിങ്ങളാണോ ആ ബൈക്കിന്റെ മിറർ പൊട്ടിച്ച്? രണ്ടിനെയും മുമ്പിലെത്തി ചോദ്യം ചെയ്യാണ് ലച്ചു. മീറ്റിംഗ് കഴിഞ്ഞു വരുമ്പോൾ തന്നെ സമയം സന്ധ്യയായിരുന്നു. അന്നേരമാണ് താഴത്തെ വീട് ശോഭ പറഞ്ഞത്. അതേമല്ലു ഏതോ ബുള്ളറ്റിനെ മിറർ പൊട്ടിച്ചെന്ന്. ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല അമ്മ. എല്ലാവരും ഉണ്ടായിരുന്നു കളിക്കാൻ. മിറർ പൊട്ടിന്നുകൊണ്ട് എല്ലാവരും ഓടി. ലച്ചുവിന് തോന്നി അത് അവരുടെ മാത്രം തെറ്റില്ലെന്ന്. പിന്നെ ഗൂഫി പറഞ്ഞല്ലോ, ഗൂഫി പാർക്കിങ്ങിൽ ബുള്ളറ്റ് വെക്കാത്തതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചെന്ന്. ഈക്വൽ തെറ്റുണ്ടെന്നാ ഗൂഫി പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ കേട്ട് ഗൂഫി ആരാണെന്നാണ് ലച്ചു ആലോചിക്കുന്നു. അതാണ് ഗൂഫി? ഗൂഫി പോലീസാമ്മേ. ഇന്നാളെ ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു. മിസ് പറഞ്ഞായിരുന്നു ഗൂഫി ബ്രേവാണെന്ന്. പാവാമ്മേ. എന്ത് സീറ്റാണെന്നറിയോ ഗൂഫി. പോലീസാണെങ്കിൽ നല്ല ഫ്രണ്ട്ലിയാ ഗൂഫി. ഗൂഫിക്ക് അത് കേട്ട് ലച്ചുവിന് ആകെ ദേഷ്യം വന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അറിയാത്തവരോട് സംസാരിക്കരുതെന്ന്? അതും പോരാത്തതിന്റെ സ്പെഷ്യൽ നിക്നെയിം കൂടി. അവൾ ഉണ്ടക്കണ്ണ് വലുതാക്കി പറഞ്ഞു. അതിനറിയാത്ത ആളല്ലല്ലോ, ഇന്നല്ലേ മിറർ പൊട്ടിച്ച് പരിചയമായത്. അതിൽ നിഷ്പ്രയാസം തോളെടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ലച്ച് തറക്ക് കൈ കൊടുത്തു. ശരി, നിങ്ങളല്ല എന്തായാലും കുറ്റക്കാർ, അതുകൊണ്ട് നാളെ രാവിലെ തന്നെ പോയി അതിൻ്റെ കോമ്പൻസേഷൻ കൊടുത്തേക്കാം. ലച്ചു അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അതെ, ഫ്ലാറ്റ് ഏത് നിങ്ങളുടെ ഗൂഫിയുടെ? അവൾ അടുക്കള വാതിക്കൽ നിന്ന് വിളിച്ചു ചോദിച്ചു. 14G. രണ്ടുപേരും ഒന്നിച്ച് വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട ലച്ചു രണ്ടിനെയും കണ്ണുരുട്ടിക്കൊണ്ട് നോക്കി. സാധാരണ സൂര്യചേട്ടനും രശ്മി ചേച്ചിയോട് മാത്രമാണ് കുറുമ്പ് കാണിക്കുന്ന സംസാരമൊക്കെ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് അവർക്ക് ഫേവറേറ്റ് ആയ കാർട്ടൂൺ നിക്നെയിം പോലും ഒരാൾക്ക് ഇടുന്നത്. കാരണം ആ പേര് അച്ഛൻ വരുമ്പോൾ ഇടാമെന്ന് പറഞ്ഞു വെച്ചിരുന്നതാണ്. എന്തായാലും രണ്ടുപേർക്ക് ആളെ ഇഷ്ടപ്പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത് ഓർത്തുകൊണ്ട് അവൾ വിശ്വസിച്ചു. കിടക്കാനായി പോയപ്പോൾ അല്ലു അധികം വലിയ ചർച്ചയിലാണ്. ഇത് കണ്ട് അനു രണ്ടുപേരുടെയും നടുക്കായി കിടന്നുകൊണ്ട് ചോദിച്ചു. ഇനി നാളെ ഇത് പുള്ളിൻ്റെ കാറ്റയച്ചു വിടുന്ന ചർച്ചയിലാണോ? അമ്മേ. രണ്ടുപേരും പിണങ്ങിക്കൊണ്ട് ഒന്നിച്ച് വിളിച്ചു. ഇത് കേട്ട് ലച്ചുവിന് ചിരി വന്നു പോയി. അമ്മ വെറുതെ പറഞ്ഞല്ലേ, അമ്മക്കറിയില്ലേ അമ്മയുടെ കുറുമ്പികൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ എന്തായാലും ചർച്ച? അവൾ രണ്ടുപേരെയും ചേർത്തിരുത്തുകൊണ്ട് പറഞ്ഞു. ഇന്നലെ മാധുവിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു. എന്തോരം ചോക്ലേറ്റ്സ് ടോയ്സ് കൊണ്ടുവന്നവൻ. അല്ലു കണ്ണുപിടുത്തിക്കൊണ്ട് പറഞ്ഞു. നമ്മുടെ അച്ഛൻ എപ്പോഴാണ് അമ്മയെ വരുന്നേ? ആദ്യം അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ പറഞ്ഞിട്ടില്ലേ അച്ഛൻ്റെ മിഷൻ പൂർത്തിയാകുമ്പോൾ അച്ഛൻ വരുമെന്ന്. ഇന്നും താൻ മറുപടി ഇല്ലാതിരിക്കുന്നു ഈ ചോദ്യത്തിനാണ്. അതുവരെ ഈ കള്ളം കൊണ്ടാണ് താൻ ഇന്നും പിടിച്ചു നിൽക്കാറ്. തനിക്കറിയാം അവരൊരു ദിവസം തീർച്ചയായും സത്യം മനസ്സിലാക്കുമെന്ന്. പക്ഷെ അതെന്തോ ഇപ്പോഴേ പറഞ്ഞവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വയ്യ. വീണ്ടും ചോദിക്കാൻ തയ്യാറായല്ലോ. ലച്ചുവിനെ നിറഞ്ഞു കണ്ടതും മിണ്ടാതെ കിടന്നു. എന്താ മോളെ? വാതിൽ തുറന്നുകൊണ്ട് ചിന്നമ്മ ചോദിച്ചു. സാറില്ലേ ചിന്നമ്മേ? രാവിലെ തന്നെ ദേവിന്റെ ഫ്ലാറ്റിലേക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പോയതാണ് ലച്ചു. ചിന്നമ്മയാണ് വാതിൽ തുറന്ന്.
അയ്യോ സാർ ഇറങ്ങിയിട്ട് 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ മോളെ? ഒന്നും പറയണ്ട, പിള്ളേർ രണ്ടും കൂടി കളിച്ചപ്പോൾ അദ്ദേഹത്തിന് ബൈക്കിന്റെ മിറർ പൊട്ടി. അതിന്റെ കാശ് കൊടുക്കാനാ. സാർ വരുമ്പോൾ കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചിന്നമ്മയെ കാശ് ഏൽപ്പിച്ചുകൊണ്ട് മടങ്ങി. കൊടുത്തോ അമ്മേ? രണ്ടുപേരും കൂടി താഴെ ലിച്ചുവിനെ വെയിറ്റ് ചെയ്യാണ്. എവിടെ നിങ്ങളുടെ ഗൂഫി എപ്പോഴോ പോയെന്ന് ചിന്നമ്മ ഏൽപ്പിച്ച് പോന്നു. ആണോ? എന്നാ അമ്മ പൊക്കോ, ഞങ്ങൾ സ്കൂൾ ബസ് വരുമ്പോൾ കയറിക്കോളാം. അതും പറഞ്ഞുകൊണ്ട് ലച്ചുവിന് രണ്ടുപേരും ഉമ്മയ്ക്ക് കൊടുത്ത് പറഞ്ഞു വിട്ടു. പുറത്തുനിന്ന് അനാവശ്യമായിട്ട് ആരെയും അകത്ത് കയറ്റാത്തതുകൊണ്ട് ഫ്ലാറ്റ് സേഫാണ്. അതാണ് ലച്ചുവിന് ആശ്വാസം. സാറേ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നമ്മ രാത്രിയിലെ ഭക്ഷണമൊക്കെ ടേബിൾ എടുത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ആ ശരി. അവർ പോവാനായി വാതിൽ തുറക്കുമ്പോഴാണ് കാശ് ഏൽപ്പിക്കുന്നത് അവർക്ക് ഓർമ്മ വന്നു. ആ സാറേ, സാറിന്റെ ബൈക്കിന്റെ ചില്ല് പൊട്ടിയതിന് ആ കൊച്ചിങ്ങടെ അമ്മ രാവിലെ കാശ് കൊണ്ട് തന്നായിരുന്നു. സാറിനെ കാണാനാ വന്നു, പക്ഷെ സാറില്ലാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് മടങ്ങി. അതും പറഞ്ഞുകൊണ്ട് അവർ കാശ് ടേബിൾ വെച്ച് മടങ്ങി. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ഒരു കാശ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇന്നൽപ്പം തിരക്കായതുകൊണ്ട് തന്നെ കുട്ടികളെ കാണാനും പറ്റിയില്ല. എന്നാലും ആ ലിഫ്റ്റിലോ ഗ്രൗണ്ടിലോ അവരുണ്ടോ എന്ന് നോക്കിയതുമാണ്. രാത്രി ഒറ്റയ്ക്ക് ഭർത്താവില്ലാതെ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്ന മോശമാണെന്ന് ഓർത്ത് കാശ് രാവിലെ തന്നെ അവർക്ക് മടക്കി കൊടുക്കണമെന്ന് ഓർത്തു. ശനിയായതുകൊണ്ട് തന്നെ പിള്ളേർ രണ്ടും വീട്ടിലുണ്ട്. ലച്ചുവിന് PSC എക്സാം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവൾ രാവിലെ തന്നെ സ്കൂളിൽ പോയായിരുന്നു. സൂരജ് രശ്മി ലീവായതുകൊണ്ട് വീട്ടിലുണ്ട്. അങ്ങനെ ഓരോന്നും മിന്നിക്കൊണ്ട് സൂരജിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലൂടെ നടക്കുകയാണ് അല്ലു അധിയും. രശ്മിയുണ്ട് കൂടെ തന്നെ. സമയം ഏകദേശം 11 അപ്പോഴാണ് പിള്ളേർ രണ്ടും അകത്തേക്ക് വന്ന ബുള്ളറ്റിനെ ശ്രദ്ധിച്ച്. അവൻ പാർക്ക് ചെയ്യാൻ പോയതും രണ്ടുപേരും ഗൂഫി എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും അവൻ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. അവൻ മുട്ടുത്തിയിരുന്നു. രണ്ടാൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച്. ദേവിൻ്റെയും കുട്ടികളുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു. എന്നാൽ ഈ കാഴ്ചയൊക്കെ കണ്ട സൂരജ് രശ്മി അവരെ നോക്കിക്കാണുകയാണ്. കാരണം ലച്ചുവിനേക്കാളും തങ്ങൾ രണ്ടുപേരോടാണ് അവരെല്ലാം പറയുന്നത്. ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു ഗൂഫി അങ്ങനെയാ ഇങ്ങനെയാ ഒക്കെ. ഇവരുടെ വിളി കൂടി കേട്ടപ്പോൾ അവർ രണ്ടുപേരും ഉറപ്പിച്ചു ഇതാണ് അവരുടെ ഗൂഫി എന്ന്. അവരവരുടെ അടുത്തേക്കായി നടന്നിരുന്നു. അപ്പോഴേക്കും അവർ രണ്ടുപേരെ എടുത്തുയർത്തിയിരുന്നു. രണ്ടുപേരും രണ്ട് തോളിലൂടെ കൈയിട്ടാണ് സംസാരം. ഓരോന്ന് അവനോട് അവർ കൊഞ്ചി ചോദിച്ചു. അല്ല എവിടെ നിങ്ങളുടെ അമ്മ? ഞാൻ ഈ കാശ് ഏൽപ്പിക്കാൻ വരാൻ തയ്യാറായതാ, സമയം കിട്ടിയില്ല. അമ്മയില്ലല്ലോ, അമ്മ സ്കൂളിൽ പോയി. ഗൂഫിക്കൊന്നും ജോലിയില്ലേ? ഉണ്ടടവാ, ഇപ്പൊ തന്നെ തിരിച്ചു പോകും. അപ്പോഴേക്കും അവർ രണ്ടുപേർക്കും ചോക്ലേറ്റ് കൊടുത്തു. ഇത് കണ്ടത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ കൊടുത്തു. അപ്പോഴേക്കും സൂരജ് രശ്മി അവിടേക്ക് എത്തിയിരുന്നു. ഇതാണോ മാമിയും മാമനും? അവൻ അല്ലുവിനോട് അതിയോടായി ചോദിച്ചു. അതേന്ന് അവർ തലയാട്ടി. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. മിഠായി തിന്നതിൻ്റെ ഇടയിൽ അവൻ പേര് പറഞ്ഞവർ ശ്രദ്ധിച്ചില്ല. അവർക്ക് അച്ഛനെ കണ്ടില്ലെങ്കിലും പേര് അമ്മ പറഞ്ഞുകൊടുത്ത് അറിയാം. കാരണം ലച്ചു എവിടെ നിന്ന് അവൻ്റെ പേര് മാറ്റിയിട്ടില്ല. എല്ലാവരുടെ ഒഫീഷ്യൽ പേരായി അലീന ദേവെന്നും അദീന ദേവെന്നുമാണ്. അതുകൊണ്ട് സൂരജിനെ രശ്മിക്ക് ഒന്നും അറിയില്ല. ലച്ചുവിന് വിഷമാവേണ്ടെന്ന് കരുതി അവർ കൂടുതലൊന്നും ചോദിച്ചില്ലായിരുന്നു. അങ്ങനെ ആ കാശ് തിരിച്ച് ലച്ചുവിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് ദേവ്. തെറ്റ് തൻ്റെ ഭാഗത്തായതുകൊണ്ട് കാശ് വേണ്ടെന്ന് പറഞ്ഞ് അവൻ കുട്ടിയോട് പിന്നെ വരാമെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഓരോ ഉമ്മയും കൊടുത്ത് ഫയലെടുത്ത് അവൻ തിരിച്ചു മടങ്ങി. എന്നാൽ ദേവ് യാത്രയിലൂടെ ഓർത്ത് ഇന്ന് മിഠായി വാങ്ങിയ കാര്യമാണ്. അരുണിൻ്റെ കൂടെ ഒരു കേസ് ആവശ്യത്തിന് പോയി വരുമ്പോഴാണ് ചായ കുടിക്കാൻ അവൻ വണ്ടി നിർത്തിയത്. അപ്പോൾ അവിടെ കണ്ട മിഠായി അവൻ്റെ മകന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അപ്പോൾ തനിക്ക് ഓർമ്മ വന്ന് ഈ കുറുമ്പികളെയാണ്. അതുകൊണ്ടാണ് അവർക്കും കൂടി വാങ്ങിയത്. എന്തോ ആ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുമ്പോൾ തൻ്റെ മനസ്സ് നിറയുന്ന പോലെയാണ് തനിക്ക് തോന്നുന്നത്. അവൻ ഓർത്തു. ഫാഹുവിൻ്റെ ചുന്ദരിമണികൾ ഭക്ഷണം കഴിച്ചോ? കഴിച്ചല്ലോ ഫാഹു. ഫാഹു ഐശ്വര്യയും കഴിച്ചോ? കഴിച്ചൂടാ കുട്ടൂസളെ, ഐഷു ഫാദിനെ പിന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ആ പിന്നില്ലേ ഫാഹു, ഇവിടെ ഒരു സീറ്റ് പോലീസ് ഉണ്ട്, ഞങ്ങളുടെ ഗൂഫി. ഗൂഫിന്റെ ബ്രേവാണെന്നറിയോ ഫാഹുക്ക്? അങ്ങനെ ഗൂഫി മഹാഭാരത് രണ്ടുപേരും പറഞ്ഞു നിർത്തി. ഫാദിന് അപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നിക് നെയിം ഇടാറെന്ന്. അതുമല്ല ഇത്രയൊക്കെ അയാൾ കൂടി സംസാരിച്ചെങ്കിൽ അവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരിക്കും. വീഡിയോ കോളിലൂടെ സംസാരിക്കുകയാണ് അല്ലു അധികം ഫാദിനോടും ഐശുവിനോടും. ലച്ചു അടുത്തന്നെ നിൽപ്പുണ്ട്. കാർട്ടൂൺ തുടങ്ങാനായെന്ന് പറഞ്ഞ് രണ്ടുപേരും ബൈ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഫോൺ കൈമാറിക്കൊണ്ട് ഓടി. നീ കണ്ടായിരുന്നോ ഈ പിള്ളേരുടെ ഗൂഫിയെ? ഫാദ് ചോദിച്ചു. ഹോ, ഈ ഗൂഫി മഹാഭാരതം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരിക. രാവിലെ മുതൽ കിടക്കുന്നവർ രണ്ടിന് ഇതന്നെയാണ് പറയാനുള്ളത്. അയാളോട് സംസാരിക്കേണ്ടത് പറഞ്ഞാൽ രണ്ടും ചെവി എടുക്കില്ല. എന്തിനാടി, അയാൾ പോലീസ് ആയതുകൊണ്ടാണോ? ഐശുവിൻ്റെ ചോദ്യത്തിന് ലച്ചു ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ടല്ല ഐശു, പോലീസ് ആയതുകൊണ്ട് ദേവിനോട് വല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ ദേവ് അറിയില്ല മക്കളുടെ കാര്യം. അവൻ എന്നിൽ നിന്ന് അകറ്റിയാലോ അവരെ. ദേവ് തുടങ്ങി അവൾ. എൻ്റെ പൊന്നു ലച്ചു, എല്ലാ പോലീസുകാരും അഭിനോട് ബന്ധമുണ്ടാവണമെന്നില്ല. ആദ്യം നീ പോലീസുകാരൻ കാണുമ്പോൾ കള്ളന്മാരിപ്പോൾ ഒളിച്ചു നിൽക്കുന്നത് നിർത്താൻ നോക്ക്. പിന്നെ ലച്ചു, നിന്നോട് ഇത് വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറയാം. ദേവ് എന്ത് ചെയ്താലും അത് അവരുടെ അച്ഛനാണ്. ഒരച്ഛന് അമ്മയെപ്പോലെ എല്ലാ അവകാശമുണ്ട് കുഞ്ഞിൻ്റെ കാര്യം അറിയാം. ഇവിടെ ഒരാളല്ല, അബിക്ക് ജനിച്ച് 2 പേരാണ്. അതറിയാനുള്ള അവൻ്റെ അവകാശം ന്യായമാണ്. ഇതൊരിക്കലും അറിഞ്ഞ അബി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയൂ. അത് വിട്. വലുതാകുമ്പോൾ മക്കളെന്തിനാ അച്ഛനിൽ നിന്ന് അവർ അകറ്റിയെന്ന് ചോദിച്ചാൽ നിനക്ക് മറുപടി ഉണ്ടോ? ഇതൊക്കെ കേട്ട് എന്നത്തെയും പോലെ ലച്ച് കണ്ണു നിറച്ചു.